അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖവും സന്തോഷവും റാഹത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദാദിലെ ദിക്റുകളിൽ നിന്ന് 13ാമത്തെ ദിക്ർ. ഈ ദിക്ർ അദ്ദാദിൽ മാത്രമല്ല, ഏത് സമയത്തും ചൊല്ലിയാൽ ആവശ്യമുള്ള സമയത്ത് ചൊല്ലാൻ പറ്റിയ ഒരു ദിക്റാണ്. കുറഞ്ഞ സമയം ഇതിനു വേണ്ടി ചെലവഴിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഒരു നാഫിയായ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു അറിവ് നിങ്ങൾക്ക് ഈ സമയം കൊണ്ട് കരസ്ഥമാക്കാം. 10 മിനിറ്റിൽ കുറഞ്ഞ സമയം മാത്രമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. 13ാമത്തെ അദ്ദാദിൽ ദിക്ർ, യാ ഖവിയ്യു യാ മതീനു ഇക്ഫി ശർറൽ ളാലിമീൻ. ഈ ദിക്ർ ഇത് അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ദിക്റാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിനിക്ക് നല്ല പേരുകളുണ്ട്, ആ പേരുകളെ കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന അല്ലാഹ് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ ദിക്റാണ്. ഈ ദിക്ർ കൊണ്ട് നമ്മൾ എന്താണ് ചോദിക്കുന്നത്? യാ ഖവിയ്യു യാ മതീനു ഇക്ഫി ശർറൽ ളാലിമീൻ. ളാലിമീങ്ങളുടെ ശർറിനെ തൊട്ട് എന്നെ കാക്കണമേ. ളാലിമീങ്ങൾക്ക് എതിരിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നത് വളരെ വ്യക്തമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കൽ മാത്രമാണ് ഈ ദിക്റിനെ പറ്റി നാം പഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാ ശർറിനെ തൊട്ടും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ദാവൂദ് എന്ന കിതാബിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി കുല്ലി ദി ശർരിൻ അൻത ആഖിദും ബിനാസിയതി. നീ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന എന്തൊക്കെ വസ്തുവുണ്ടോ അതിന്റെ ശർറിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. ഇത് അല്ലാഹുവിന്റെ പ്രവാചകര് പ്രാർത്ഥിച്ചു. അതുപോലെ ശത്രുക്കളെ തൊട്ട് ഭയമുണ്ടാകുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ച ഒരു പ്രാർത്ഥന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിരുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നാ നജ്അലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. പടച്ചവനെ, അവിടെ ശർറുകളെ തൊട്ട് നിന്നോട് ഞങ്ങളെ കാവൽ ചോദിക്കുന്നു. നിന്നെ ഞങ്ങൾ അവരുടെ ശർറിനെ തടയുന്നതിന് വേണ്ടി നിന്നെ ഞങ്ങളാക്കുന്നു. അബൂ ദാവൂദ് 1537 നമ്പർ ഹദീസായി ഈ ഹദീസ് കാണാം. മാത്രമല്ല, പ്രവാചകര് പ്രാർത്ഥിച്ചിരുന്നു, اللهم إني أعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. ബുഖാരി എന്ന് പറയുന്ന കിതാബിൽ 6347 നമ്പർ ഹദീസായിട്ട് ഹദീസ് കാണാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുവേ, നിന്നോട് ഞാൻ ജഹ്ദുൽ ബലാഇനെ തൊട്ട് കാവലിനെ ചോദിക്കും. ജഹ്ദുൽ ബലാ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് തന്നെ വ്യതിചലിക്കുന്ന രീതിയിലുള്ള വലിയ ദാരിദ്ര്യവും പരീക്ഷണങ്ങളും വരുന്നതിനെ തൊട്ട് എന്ന. അതുപോലെ ഒരു മോശപ്പെട്ട അവസ്ഥ, സൂഉൽ ഖളാ ചീത്തയായ വിധി, ശർറായ വിധി, ശമാത്തത്തുൽ അഅദാ നമുക്ക് വല്ല പ്രയാസവും ഉണ്ടായിട്ട് നമ്മളുടെ ശത്രുക്കൾ സന്തോഷിക്കുന്ന അവസ്ഥ, ഇതിനെ തൊട്ട് പ്രവാചകര് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തിയിരുന്നു, കാവലിനെ ചോദിച്ചു. അവർ ശത്രുക്കളുടെ എതിരെയുള്ള പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ക്ഫിനീഹിം ബിമാ ശിഅത. അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഈ ഉദ്ദേശിച്ചത് കൊണ്ട് അവരുടെ ശർറിനെ എന്നെ തൊട്ട് നീ കാക്ക്, നീ മതിയ.
അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ദുൽമിൽ ഇബാദ്, അടിമകളുടെ അക്രമത്തിനെ തൊട്ട് പടച്ചവനെ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്തഖി ദഅവൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിച്ചോ. ഫഇന്നഹാ ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്, ആ പ്രാർത്ഥനയുടെയും അല്ലാഹുവിന്റെയും ഇടയിലും മറയൊന്നുമില്ല. ആക്രമിക്കപ്പെട്ടവൻ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ തന്നെ ഉത്തരം നൽകും. അപ്പൊ പ്രാർത്ഥന ലാലിമീങ്ങളുടെ ഷർറിനെ തൊട്ട് പ്രാർത്ഥിക്കണം എന്നാണ് അതിന്റെ ഈ ദിക്റിലുള്ള 13ാമത്തെ ദിക്റിൽ ഉൾക്കൊള്ളുന്നത്. അല്ലാഹുമ്മ യാ ഖവിയ്യു യാ മതീനു ഫി ശർറിൽ ആലിമീൻ എന്ന ദിക്ർ അതാണ് ഉൾക്കൊള്ളുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ പഠിക്കുന്നതൊക്കെ ഒരു ഉപകാരമുള്ള അറിവായി അള്ളാഹു സ്വീകരിക്കട്ടെ. വിജയികളിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.